ഒരാൾ മറന്നുകൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, ഭാര്യയുമായി നോമ്പാണ് എന്ന് ഓർമ്മിക്കാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എങ്കിൽ എന്തു വേണം? അയാൾക്ക് ഈ ഹദീസ് ബാധകമാണോ? ഫല്യുതിമ്മ സൗമഹു എന്ന് പറയാൻ പറ്റുമോ? അയാൾ തൻ്റെ നോമ്പ് പൂർത്തീകരിച്ചു കൊള്ളട്ടെ എന്ന് പറയാൻ പറ്റുമോ? പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് അഭിപ്രായങ്ങൾ ആ വിഷയത്തിലുണ്ട്. ഒന്നാമത്തെ അഭിപ്രായം, ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ബാഹ്യമായ വാക്കുകൾ ഫഅകല ഔ ശരിബ എന്നതാണ്, തിന്നു അല്ലെങ്കിൽ കുടിച്ചു. അതുകൊണ്ട് തന്നെ മറ്റൊന്നിലേക്ക് ഇത് ഉപയോഗിക്കാൻ, ഖിയാസാക്കാൻ പാടില്ല. മാത്രമല്ല, ജിമാഅ് എന്നത് മറന്നുകൊണ്ട് രണ്ടു ഭാഗത്തും ഒരുപോലെ മറവി സംഭവിക്കുക എന്നത് യാദൃശ്ചികമാണ്. അതുകൊണ്ട് ഇത് അതിന് ബാധകമല്ല എന്നതാണ് ഒരഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം, എല്ലാ നോമ്പ് മുറിക്കുന്ന കാര്യവും പരിഗണിക്കപ്പെടും. നോമ്പ് മുറിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ഇതിൻ്റെ പരിധിയിൽ വരും എന്നുള്ളതാണ്. ഇതാണ് വല്ലാഹു അലം ശരിയായിട്ടുള്ളത്. നോമ്പ് മുറിക്കുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ഈ പരിധിയിൽ വരും. ഒരാൾ മറന്നുകൊണ്ടാണെങ്കിൽ നോമ്പ് മുറിക്കുന്ന വല്ലതും തിന്നു, കുടിച്ചു, അതല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഒരാളിൽ നിന്ന് സംഭവിച്ചു പോയാൽ ഫല്യുതിമ്മ സൗമഹു, അയാൾ നോമ്പ് പൂർത്തീകരിച്ചു കൊള്ളട്ടെ. കാരണം പൊതുവായി വന്ന തെളിവാണ് പണ്ഡിതന്മാർ അതിന് പറഞ്ഞിട്ടുള്ളത്. റബ്ബന ലാ തുആഖിദ്ന ഇൻ നസീന ഔ അഖ്തഅന, അതാണ് തെളിവ്. നമ്മൾ മറന്നുപോയാൽ, അബദ്ധം സംഭവിച്ചു പോയാൽ, അല്ലാഹുവേ നീ ഞങ്ങളെ പിടികൂടരുതേ, നീ ഞങ്ങളെ ശിക്ഷിക്കല്ലേ. അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ഖദ് ഫഅൽതു, ഞാൻ ചെയ്തിരിക്കുന്നു, ഞാൻ അതുപോലെ ചെയ്തിരിക്കുന്നു, അഥവാ പിടികൂടുകയില്ല, ശിക്ഷിക്കുകയില്ല.